മുടി കൊഴിച്ചിൽ പ്രവാസികളുടെ സ്ഥിരം പ്രശ്നമാണ്. ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടുത്തെ വെള്ളത്തെയും അതുപോലെ തന്നെ ചൂടിനൊക്കെയാണ് നമ്മൾ ആദ്യം കുറ്റം പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ ശരിക്കുള്ള റീസൺസ് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇതിനുള്ള കുറച്ച് പരിഹാര മാർഗങ്ങളൊക്കെ തേടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഷജീറാണ്. അപ്പോൾ ഡോക്ടറെ, എന്താണ് ശരിക്കുള്ള റീസൺ ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രവാസികളുടെ? ചൂട് തന്നെയാണോ അതോ വെള്ളമാണോ? 100 റീസൺ ഉണ്ട്. അതിൽ ഓരോ റീസണാണ് ഇപ്പോൾ പറഞ്ഞത്. 100 റീസൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഇവിടെ എത്തുന്ന സമയം മുതൽ അവരെ ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? വെറുതെ ഇരുത്തം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലാണ്. അതിനനുസരിച്ച് നമ്മുടെ ബോഡി സർക്കുലേഷൻസ് എല്ലാം ലോക്കായിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത പ്രോബ്ലം ഇതുപോലെ കണ്ടിന്യൂസ് എ സിയിലായിരിക്കുന്നത്. എ സി മേക്സ് ലൈക്ക് ഡ്രൈനെസ് മാക്സിമം കൂട്ടും, എക്സ്റ്റേണൽ ഫ്ലോ കുറക്കും. അപ്പോൾ ഇതും ഒരു വലിയ റീസണായിട്ട് മാറും. ഫുഡ്, സ്ട്രെസ്സ്, ഉറക്ക്, കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു റീസൺ അല്ല. വെള്ളം അതിലുണ്ടാകുന്ന ഒരു റീസൺ, അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലി എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നാൽ ഈ മുടി കൊഴിച്ചിൽ കുറക്കാൻ പറ്റും? ഫസ്റ്റ് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ സ്കാൽപ്പ് എന്നുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആ സ്കാൽപ്പിൽ എപ്പോഴും വേണം, നമ്മുടെ ബോഡിക്ക് വേണം. അതിനനുസരിച്ചുള്ള സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കൊണ്ടിരിക്കും. അതിന് ട്രീറ്റ്മെൻറ്റ് ഒരു 4-5 മാസം ട്രീറ്റ്മെൻറ്റ് പോയിട്ട് പറയും, സാർ ഒട്ടും റിസൾട്ട് ഇല്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കമില്ല സാർ, സ്ട്രെസ്സ് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ പറഞ്ഞാൽ എന്നാൽ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാ ദിവസവും മുടി കഴുകരുത് എന്നുള്ളതായിരിക്കും ആദ്യം. അതെ, നോർമൽ ഹെയർ ഫോളിൽ അത് ഫസ്റ്റ് വാഷിംഗ് പ്രോപ്പർ ആയിരിക്കണം. ആ വാഷിംഗ് പ്രോപ്പർ ആയിട്ട് ഒരു മൈൽഡ് ഷാമ്പു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ബേബി ഷാമ്പു മൈൽഡ് ഷാമ്പു ആണ്. ബേബി ഷാമ്പു pH വാല്യൂ ഇസ് വെരി ഹൈ. അത് മാക്സിമം ഡ്രൈനെസ് കൂട്ടും. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന വളരെ ഒരു ടിപ്പായിട്ടുള്ളൊരു എക്സ്പെൻസ്ലെസ് സാധനം ഞാൻ പറഞ്ഞുതരാം. കോംബ്, തല ചീക. അപ്പോൾ നാച്ചുറലായിട്ട് അവിടെ ആ സ്കിന്നിനെ അല്ലെങ്കിൽ ആ റൂട്ടിനെ, ആ ലെയറിനെ നമ്മളൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുപോവുക. ഫുഡും വെള്ളവും കാര്യങ്ങളെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് മാക്സിമം ആ ഒരു ബേസിക് ഹെയർ ഫോൾ ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് കൺട്രോൾ ആവാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് മലയാളികളുടെ ഒരു പൊതുശീലം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ വിട്ട് മലയാളിക്ക് ഒരു പരിപാടിയില്ല ഹെയർ കെയറിൽ. അതെ, നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ വളരും, മുടി കൊഴിയില്ല എന്ന് പഴയ ആളുകളെ പറഞ്ഞിട്ടുള്ള ഒരു ശീലം ആ റുട്ടീനിൽ പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ട് ലോങ് ടൈം നടക്കരുത്. എപ്പോൾ പറഞ്ഞില്ല, ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷമല്ല ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഷാമ്പു ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഈ ഷാമ്പു വെച്ച് നല്ലപോലെ നീറ്റാക്കി വെക്കണം. കാരണം ഓയിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് ആക്ട്, എല്ലാ ഡസ്റ്റും ഇങ്ങോട്ട് വന്ന് സ്റ്റിക്കാവുന്നൊരു സംഭവമാണ്. എണ്ണ എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ പേടിക്കുന്ന ആളുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്.